Hi friends, welcome back to Jaya's Recipes. അപ്പോൾ ഇന്ന് ഞാൻ വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനും 4 മണി പലഹാരമൊക്കെ ആയിട്ടും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിപ്പോൾ നിങ്ങൾക്ക് ചട്നീൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനിയിപ്പോൾ ചട്നി ഒന്നും ഇല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറക്കാത്ത റവയാണ് സാധാരണ ഇതിന് വേണ്ടി ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ വറക്കാത്ത റവ 1 കപ്പ് നല്ല ഫൈനായിട്ട് നമ്മൾ സാധാരണ ഉപ്മാവിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഫൈൻ റവയാണ് ഇതിന് യൂസ് ചെയ്യുക. ഇതിലേക്ക് 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് എടുക്കുമ്പോൾ അങ്ങനെ കുറേ പുളിയുള്ള തൈരല്ല, നോർമലായിട്ടുള്ളൊരു പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു പച്ചമുളക്, ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക. അല്ലെങ്കിൽ ഇഞ്ചിയും പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ വേറെ ആഡ് ചെയ്താലും മതി, അങ്ങനെയായാലും പ്രശ്നമില്ല. അപ്പോൾ ഈ 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരഞ്ഞു വരണം ആ തൈരിൻ്റെ കൂടെ. ഇനി നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു ലേശം പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ പഞ്ചസാര ചേർക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. പഞ്ചസാര ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. ഇപ്പോൾ റവയാവ് കാരണം അതൊന്ന് കുതിർന്ന് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വെള്ളമൊക്കെ റവയിലേക്ക് അബ്സോർബ് ആയിരിക്കണു. അപ്പോൾ കണ്ടില്ലേ, നല്ല കട്ടിയിലായിരിക്കണു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ മോര് അടിച്ച ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള ആ വെള്ളം തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ തൈര് നിങ്ങൾ ചേർക്കുന്നത് ഒരു നോർമൽ പുളിയുള്ള തൈര് മതി. ഓവറായിട്ട് വല്ലാതെ അങ്ങനെ പുളിച്ച തൈര് ആവണ്ട, അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടിയും ചേർക്കുക. ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ചേർത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി പറയുക നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടുള്ള സംഭവം. അപ്പോൾ ഇത് കൂടുതൽ തിക്കാവാനും പാടില്ല, കൂടുതൽ ലൂസാവാനും പാടില്ല. രണ്ടായാലും നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. കണ്ടില്ലേ, വല്ലാതെ തിക്കുമല്ല എന്നാൽ വല്ലാതെ ലൂസുമല്ല, ഒരുവിധം തിക്കായിട്ടുള്ളൊരു ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റീമറൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ സ്റ്റീമർ ആദ്യം റെഡിയാക്കി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റീമർ ഓൺ ചെയ്യാൻ അത് റെഡിയാക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഹോൾസ് ഉള്ള ഒരു തട്ട് ഇതിൽ വയ്ക്കുക. അപ്പം നിങ്ങൾക്കിത് കടായിലും ചെയ്യാം. സാധാരണ നമ്മൾ വലിയ കടായില്ലേ അതിൽ വെച്ചിട്ടും സ്റ്റീം ചെയ്യാം. ഇങ്ങനെ ഇഡ്ഡലി സ്റ്റാൻഡ് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഏതിൽ വെച്ചാലും ജസ്റ്റ് നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് പുരട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ പുരട്ടിയാൽ മതി. അതാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് പാത്രത്തിലും വെച്ചിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ചോറ് പാത്രമില്ലേ, ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ചെറിയ അടുക്കുകൾ, ഏതിലും വേണമെങ്കിൽ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി എല്ലാം റെഡിയായിട്ട് ഏറ്റവും അവസാനമായിട്ട് ചെയ്യേണ്ടതാണ് ഞാനിതിൽ ചേർക്കുന്നത് ഈനോണ്. ഇത് നല്ല സ്പോഞ്ചി ആയിട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഹാർഡായിട്ടിരിക്കും ഈനോ ചേർത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഈനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് സോൾട്ടാണ്. അപ്പോൾ അറിയാത്തവർ ഇതാ കണ്ടോളൂ, ഇങ്ങനെ ബ്ലൂ കളറിൽ ഇതിങ്ങനെ ചെറിയ സാഷയായിട്ട് കിട്ടും. ഇതാവുമ്പോൾ കുറച്ച് വില ഉണ്ട്. അപ്പോൾ സാഷയായിട്ട് നമുക്ക് വേണ്ടത് അങ്ങനെ മേടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഈനോ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഈനോണ് ചേർക്കുന്നത്. അപ്പോൾ ഈനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരളവ് ബേക്കിംഗ് സോഡയുണ്ട്, പിന്നെ സിട്രിക് ആസിഡും ഉണ്ട്. അത് രണ്ടും കൂടി ചേർന്നതാണ് ഈനോ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈനോ ഇല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാവുന്നതാണ്. ഈനോ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈനോയുടെ മീതെ 1 ടീസ്പൂൺ വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് ആ ഈനോ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം അതിൻ്റെ മീതെ
ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ ആ ഈനോ അതങ്ങോട്ട് പതഞ്ഞ് പൊന്ത് വരും. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വളരെ മെല്ലെയാണ് നമ്മളത് പിന്നെ ഇളക്കാവും. നല്ല സ്നേഹത്തോടെ അത് ഇളക്കി കൊടുക്കാവും. അല്ലാതെ ധൃതി പിടിച്ചിട്ട് അങ്ങോട്ട് വല്ലാതെ മിക്സ് ചെയ്താൽ അതിലത്തെ ആ പതയൊക്കെ അങ്ങോട്ട് പിന്നെ ഇല്ലാതെയാവും. ആ പതമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫ്ലഫി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈനോ ചേർത്ത ഉടനെ തന്നെ ഒട്ടും വെക്കാൻ പാടില്ല. പെട്ടെന്ന് നമ്മളിത് സ്റ്റീമറിലേക്ക് മാറ്റണം, ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് സ്റ്റീമറൊക്കെ ആദ്യമേ റെഡിയാക്കി വെക്കണം. ഇപ്പോൾ അതാ സ്റ്റീമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അതിലേക്കാണ് ഞാനിത് വെച്ച് കൊടുത്ത്. ഒട്ടും പിന്നെ നമ്മൾ ലേറ്റ് ആക്കാൻ പാടില്ല. ഇത് ഉണ്ടാക്കി ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് സ്റ്റീമറിലേക്ക് മാറ്റുക. എന്നിട്ടൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം വരും. സ്റ്റീം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ സ്റ്റീം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. പക്ഷേ ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല കേട്ടോ. ഒന്നെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്യുക. വല്ലാതെ ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. എന്നിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് നമുക്ക് കഴിയും. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ വറുത്തിടാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് വേണം, പിന്നെ ഉഴുന്നുപരിപ്പ് വേണം. ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഉഴുന്നുപരിപ്പ്, പിന്നെ കായത്തിൻ്റെ പൊടി വേണം, പിന്നെ കറിവേപ്പില വേണം, വറ്റൽമുളക് വേണം, പിന്നെ പച്ചമുളക് വേണം, പിന്നെ കറുത്ത എള്ള് വേണം. ഇത് കറുത്ത എള്ളാണ്. അപ്പോൾ കറുത്ത എള്ളില്ല, ശരിക്കും വേണ്ടത് വെളുത്ത എള്ളാണ്. വെളുത്ത എള്ളുണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കറുത്ത എള്ള് 1 സ്പൂൺ കേട്ടോ. പിന്നെ അവസാനം കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കാം. ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ തൈരൊക്കെ ചേർക്കുന്നതല്ലേ, ഉണ്ടെങ്കിൽ അതിനൊരു ഫ്ലേവർ കിട്ടും. വളരെ കുറച്ച് നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ കോക്കനട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇതേപോലെ ഡ്രൈ കോക്കനട്ട് പൗഡർ ഇല്ലെങ്കിൽ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ പിന്നെ ഫ്രഷ് കോക്കനട്ട് ഉണ്ടാവില്ലേ, ചെറുകിയ നാളികേരം, അത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിക്കുക. അപ്പോൾ അതൊന്ന് ചെറുതാവും. എന്നിട്ട് അത് വറവിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം നല്ല സ്പഞ്ചി ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. അത്രയും സോഫ്റ്റാണത്. ഇത് നന്നായിട്ട് തണുക്കാൻ വെച്ചതിൻ്റെ ശേഷം ഡിമോൾഡ് ചെയ്യാവൂ. നടുഭാഗം കത്തി കൊണ്ടൊന്ന് കുത്തിക്കൊടുക്കും. അപ്പോൾ അത് ക്ലീനായിട്ട് വരും. ഇനി ഇത് ഡിമോൾഡ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, നല്ല സ്പഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2-3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലൊരു ഫ്ലേവറാണ്, ടേസ്റ്റ് ഉണ്ട്. അല്ലാച്ചാൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഓയിലാച്ചാൽ അത് ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്, 1 വറ്റൽമുളക് പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ ലേശം ഉഴുന്ന്, 1 സ്പൂൺ ഉഴുന്ന് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ചേർത്തിട്ട് പച്ചമുളക് ചേർക്കുക. പച്ചമുളക് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. നെടുകെ കീറിയ പച്ചമുളകാണ്. പിന്നെ ഞാൻ കറുത്ത എള്ളാണ് ചേർത്തിരിക്കുന്നത്, 1 സ്പൂൺ. കറുത്ത എള്ളിന് പകരം ശരിക്കും വേണ്ടത് വെളുത്ത എള്ള് നിങ്ങൾ ചേർത്താൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വെളുത്ത എള്ളുണ്ടെങ്കിൽ അതന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ കറുത്ത എള്ള് ചേർക്കാം കേട്ടോ. 1 സ്പൂൺ ചേർത്താൽ മതി. പിന്നെ കായത്തിൻ്റെ പൊടി, ഒരു വലിയ നുള്ള് കായത്തിൻ്റെ പൊടി. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം കായത്തിൻ്റെ പൊടി. പക്ഷെ നല്ല ടേസ്റ്റാണത്. അതിൻ്റെ ഫ്ലേവർ വേറെയൊന്നും അറിയില്ല. പിന്നെ നമുക്ക് ഈ കോക്കനട്ട് പൗഡറും കൂടിയും ചേർക്കുക. അവസാനം ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ലേശം. വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. അതൊക്കെ ഒരു ടേസ്റ്റാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫ്രഷ് കോക്കനട്ടാണെന്ന് വെച്ചാൽ അതൊന്ന് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മീതെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ വറവിലേക്ക് മിക്സ് ചെയ്താൽ മതി കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയ അപ്പം. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇത് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമാവുക കാരണം അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ഇതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് പിന്നെ അത് മുറിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് കാണിക്കാം. ഇത് സാധാരണ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒന്നും വേണ്ട, അത്രയും ടേസ്റ്റാണ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പീനട്ട് ചട്നി അല്ലെങ്കിൽ തക്കാളി ചട്നി ഏതിൻ്റെ കൂടി, കോക്കനട്ട് ചട്നി ഏതിൻ്റെ കൂടിയും കഴിക്കാം കേട്ടോ. ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെ കഴിക്കാം. കണ്ടില്ലേ, നല്ല സ്പഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റുള്ള ഒരു സ്നാക്കാണത്.
ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് പാനിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ ചട്നിയുടെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്